ഹലോ, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചേ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചത് ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞേ. ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ച ലോലു, പറ. എടാ ബ്രെയിൻ ബ്രെയിൻ. ബ്രെയിനിനെ പറ്റിയാണ് ഇന്നലെ പഠിപ്പിച്ചേ. ആ എന്നാ പറ, ബ്രെയിനിൽ എത്ര പാർട്ടുണ്ട്? ഇങ്ങേരെന്നെയും കൊണ്ടേ പോ സാറേ. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാന്ന് സാറിന് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ സാറേ നമ്മളെ പരീക്ഷിക്കുന്നേ? നമ്മൾ അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെയാണ്. ഉത്തരം പറയടാ. എടാ ബ്രെയിനിന് എത്ര പാർട്ട് വരെ ഇറങ്ങി പറഞ്ഞാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ക്ലാസ് തീരുന്നവരെ ഇങ്ങനെ തന്നെ നിന്നോ മാങ്ങേ. സാറും കൂടി എന്റെ ഇരട്ട പേര് വിളിക്കല്ലേ സാർ? സാർ എന്തിനാ സാർ എന്നെ അങ്ങനെ വിളിച്ചേ? എനിക്ക് നല്ല ഫീലായി. ഇനി ഇവന്മാരത് വിളിച്ചെന്നെ കളിയാക്കും എപ്പോഴും. എന്നാലും സാറങ്ങനെ പറയണ്ടായിരുന്നു. ഡാ വിഷയം മാറ്റിയതൊക്കെ മതി. അറിഞ്ഞൂടെങ്കിൽ പറഞ്ഞ പോലെ ഇരിയടാ. ഓ ഷിറ്റ്. ദൈവമേ, സൈലന്റ് ആക്കാൻ മറന്നുപോയി. എടാ ബുദ്ധിമാനെ, നീ നൈസിൽ അതങ്ങ് മാറ്റിയല്ലേ. എന്റെ 1000 IQ. ഇപ്പൊ പാട്ട് പാടിയത് ലോലു അല്ലേടേ? അതെ സാർ, മാങ്ങ തന്നെ. മങ്ങണ്ടി എന്റെ അർത്ഥപ്പേര് വിളിച്ച് അടിച്ച് കാലം കൂട്ടി. ലോലു അവിടെ നിന്ന് എണീക്ക്, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടാ. ആ എങ്ങനെ ഇരിക്കണ്? താങ്ക് യു സാർ. ഏത് വിഷയമാണ് ഇപ്പം? സുമേഷ് സാറിന്റെ വിഷയം. അതെയാ, പോളി. ഗുഡ് മോർണിംഗ്, എല്ലാവരും ഇരിക്ക്. നമ്മൾ ഏതുവരെ പഠിപ്പിച്ചു? അന്ന് നമ്മളെ പഠിപ്പിച്ച് നിർത്തിയത് വരെ. അവൻ എല്ലാവരും ഒന്ന് കയ്യടി കൊടുത്ത്. വാസു കിട്ടിയല്ല, മര്യാദ. നിനക്കും കിട്ടിയല്ല രാവിലെ തന്നെ മാങ്ങ. ഒളിയോ, ഇപ്പോ ക്ലാസ് തുടങ്ങും. 3, 2, 1. ഉഫ്, പിള്ളേർക്കൊക്കെ എന്നെ പുല്ല് വേല. സാർ റബ്ബർ ബാൻഡ് ഇട്ടടിക്കണി ഏതോ പൊട്ടൻ. മിണ്ടോ തീറ്റടാ. ഞാൻ ഇവിടെ നിക്കണത് നിങ്ങളൊക്കെ കണ്ട. ബുക്കട്. അയ്യോ, ഇപ്പൊ ക്ലാസ് തുടങ്ങും. ലോലു, നിന്റെ 1000 IQ എട്. സാറേ, നമ്മൾ എപ്പോഴാ ടൂറൊക്കെ പോകുന്നേ? അന്നത്തെ പ്ലാനൊക്കെ എന്തായി? എടാ മോനെ, അത് നമ്മൾ ഫസ്റ്റ് വണ്ടർലേ പോകും. അവിടെ നിന്ന് നേരെ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയാണ് തീരുമാനിച്ചത്. ബാക്കിയൊക്കെ ഓൺ ദ വേ. പിന്നെ ഇപ്പൊ താൽക്കാലികമായിട്ട് നീട്ടേണ്ടി വന്നതിന്റെ കാരണം ബസ്സാണ്. ബസ്സിന്റെ കേസൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതാണ് മെയിൻ പ്രശ്നം. വേറെയും പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇത്. സാർ ബെല്ലടിച്ച് സാർ. ഇന്റർവെല്. നിക്ക്, ആരും പോവല്ലേ. ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ട്. ദൈവമേ, പറഞ്ഞത് പണിയായ. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നു, പിന്നെ ഇവിടെ കയറുന്നു, പിന്നെ അവിടെ പോകുന്നു, പിന്നെ സാറേ, ഇന്റർവെല് കഴിഞ്ഞു പോണില്ലേ? ഓ സോറി, ടാറ്റ ബൈ. അളിയാ, ഞാൻ പറഞ്ഞു വന്നതേ, സ്കൂള് ലൈഫാണ്. ഇങ്ങനെയൊന്നും നടന്നാ പറ്റൂല. നമുക്ക് ക്ലാസ് കട്ട് ചെയ്താലാ? അളിയോ, അതൊക്കെ വേണോ? നമുക്ക് പഠിച്ച് ജോലി വാങ്ങണ്ടേ? ഒരു ദിവസം പഠിച്ചിട്ട് നീ ജോലി വാങ്ങണ്ട. വരണമെങ്കിൽ വാടാ, നോ നിർബന്ധം. ഞാൻ എല്ലാം കേക്കുന്നുണ്ട്. ചാടാൻ വല്ല പ്ലാൻ ഉണ്ടാ? നാണം ഉണ്ടാടാ നമ്മൾ പറയണത് കേട്ടോണ്ടിരിക്കാൻ. ചാടാനാ? എവിടെ ചാടാൻ? നിന്നെ പോലെയുള്ളവന്മാരാണ് ഫേക്ക് ന്യൂസ് ഒക്കെ ഇറക്കണത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എടാ, ഞാനൊക്കെ പാവല്ലേടാ. ഓ, പാവം തന്നെ. എനിങ്ങനെ ഒളിഞ്ഞു കേട്ട തലമണ്ടിൽ കല്ലെടുത്തെറി. മനുഷ്യനെ കുറച്ച് കന്തസ് വേണം. തള്ള ഇവിടെ ഫുൾ അപമാനം. ഞാൻ പോണ്. അളിയോ, നമ്മള് ക്ലാസ് കട്ട് ചെയ്യുന്നത് ടീച്ചർമാര് പിടിച്ചാ തീർന്നു. എടാ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കലോത്സവമായതുകൊണ്ട് പ്രാക്ടീസുകളൊക്കെ അല്ലേ, അതുകൊണ്ട് ആരും ശ്രദ്ധിക്കേ. അളിയോ, ക്ലാസ് കട്ട് ചെയ്യുമ്പോ 10 ഡിയിലുള്ള അവന്മാരും കൂടി വിളിക്കണം. കലിപ്പാവണമെങ്കിൽ അവന്മാരും കൂടി ആവട്ടെ. ഇവന്മാരെന്നെ പറ്റി വിചാരിച്ചു വച്ചിരിക്കണത് ഇത്ര ഉള്ളു അല്ലേ? ഞാൻ
നിങ്ങൾ പോയി ചാടേണ്ട മതിലിൻ്റെ അവിടെ നില്ല്. ഞാൻ ബാഗൊക്കെ എടുത്ത് എറിഞ്ഞു തരാം. പിന്നെ അവന്മാരും കൂടി വിളിച്ചോണ്ട് വരാം. എടാ മതിലിപ്പൊ എങ്ങനെ ചാടും? അതിനല്ലേ ദോ 11. നീയൊക്കെ എന്തിനടാ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നേ? നിന്നെ കൊണ്ട് ഒരു ഉപയോഗമുണ്ട്. നമ്മളെല്ലാരും നീ മതിലിന്റെ അപ്പുറത്തെത്തിക്കണം. പറ്റുമോ? അതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നീ ജസ്റ്റ് കുനിയുന്നു, നമ്മൾ കേറുന്നു, അപ്പുറത്ത് ചാടുന്നു. ഇത്രയേ ഉള്ളൂ. ഓ, നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്യാൻ പോവാണല്ലേ? അതെ, ഞാനപ്പൊ എങ്ങനെ ചാടും? തൽക്കാലം നീ വരണ്ടളിയാ. എന്നാ എനിക്കൊരു ബിരിയാണി വാങ്ങി തരുവോ? പിന്നെന്ത്, ഒന്നല്ല രണ്ടെണ്ണം നിന്റെ ശരീരത്തിന് ഞാൻ വാങ്ങിച്ചു തരാം. ആദ്യം ഞാൻ തന്നെ കേറും. ലോലു കറക്റ്റ് സ്ഥലത്ത് തന്നെ ചാടി. എന്താടാ സാറ് വല്ലതും ഉണ്ടാ? ഞാൻ പോട്ടാ. സാറും തേങ്ങയൊന്നല്ല, നീ ചാടി വന്ന് നോക്ക്. എടാ, പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുന്ന ന്യൂസ് റിപ്പോർട്ടർ അല്ലേ അത്? ഓ മൈ ഗോഡ്, അവര് നമ്മളെ കണ്ട സീനാണ്. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത് ടിവിയിലൊക്കെ അപ്ലോഡ് ചെയ്ത് നാണം കെടുത്ത് ഒരു വകയാക്കും. എന്നാ വാ പോവാ. അതിനെന്തോടാ കുഴപ്പം? നമുക്ക് ഫേസ് ഒക്കെ ക്യാമറയിൽ കാണിച്ചിട്ട് ഉത്തരം പറഞ്ഞ പോരെ, ഫേമസും ആയില്ലേ? കഴിഞ്ഞ സമയായി, വാ പോവാം പോവാം. ഇവിടെ നിന്നതിന് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. എന്നാ വാ പോകാം. നിക്ക് 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 നിക്ക്, വാസു എവിടെ? എടാ നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ. എടാ, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ പറയാൻ വന്ന ന്യൂസ് ചാനലാണ്. അതെ അതെ അതെ. നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. അപ്പൊ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? അതെ അതെ അതെ. നിന്റെ ഫഗതിന്റെ ഡയലോഗ് എനിക്ക് പിടിക്കണില്ല കേട്ടാ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നിക്ക് 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 നിക്ക്, ഞാൻ അവന്മാരെയും കൂടി വിളിക്കട്ടെ. വാഴകളെ കമോൺ. കണ്ടാടാ അവന്റെ പട്ടി ഷോ, തീർത്തു കൊടുക്കാം. ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു പോക്കിനെ പറ്റി ഒന്ന് പറ. അങ്ങനെ ചോദിച്ചാ വളരെ ബോറാണ്. നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പം പഠിത്തത്തിനെ പറ്റിയും ക്ലാസ് കട്ട് ചെയ്യണെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? ക്ലാസ് കട്ടടിക്കുന്നത് ചിന്തിക്കാനേ പാടില്ല. അത് വളരെ 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 മോശമാണ്. പിന്നെ പഠിത്തത്തിനെ പറ്റിയാണെങ്കിൽ നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ കേറാതിരുന്നിട്ടില്ലാത്തത് കൊണ്ട് എല്ലാം മനസ്സിലാവും. പിന്നെ മാർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതലായത് കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ശരി കുട്ടികളെ, ഇത് വൈകുന്നേരത്തെ ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ പറഞ്ഞ പോലെ. ചേട്ടാ പറയുമ്പോഴൊക്കെ മുക്കണ എന്തിനി? മോന്റെ പേരെന്താ? ജോക്കുളം. അച്ഛന്റെ പേര്? കോമളൻ. അമ്മയുടെ പേര്? കോമളം. സ്ഥലം എവിടെ? കോവളം. ചേട്ടാ അവൻ്റെ അടുത്ത് ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, നമ്മൾ പോട്ടാ. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. കടല വാങ്ങാൻ പോലും പൈസ ഇല്ലായിരുന്നു. പിന്നെ പുഴയിലും കുളിക്കാൻ പോയി. ജോക്കുളത്തിന് നീർക്കോലി കടിയും കിട്ടി. പിന്നെ റീൽസ് എടുത്ത്. അതുമാത്രം കൊള്ളായിരുന്നു. അങ്ങനെ ഹാപ്പിയായി 6 മണിക്ക് വീട്ടിലെത്തി. ഉച്ചക്കത്തെ ന്യൂസിൽ അമ്മ എന്നെ കണ്ട്. ഉടനെ പ്രിൻസിപ്പാളിനെ വിളിച്ചു. ഉച്ചവരെ കണ്ടെന്നും പ്രിൻസിപ്പാൾ. ഞാൻ തേഞ്ഞു.